ഇത്തരം അനുഭവങ്ങളുള്ള എല്ലാവരും ക്രിമിനൽസ് ആയിട്ട് മാറുന്നില്ല. അപ്പൊ പിന്നീട് ചൈൽഡ്ഹുഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പം പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും. പിന്നെ നമ്മളുടെ കൂടെ തന്നെ ഒരു ഫ്രീ വില്ല് അല്ലെങ്കിൽ വോളണ്ടിയർനെസ്, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അല്ലാതെ ഫ്രോയിഡ് പറയുന്ന പോലെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് മാത്രം ബേസ് ചെയ്തിട്ടല്ല എന്നുള്ള ഒരു ക്രിറ്റിസിസമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഫ്രോയിഡിന്റെ തിയറികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും നമുക്ക് ഈ അൺകോൺഷ്യസ് മൈൻഡ് ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയില്ല. ഒരു നല്ല ഒരു സയന്റിഫിക് തിയറിയുടെ അടിത്തറ എന്ന് പറയുന്നത് നമുക്കത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി വേണം. ആ വഴിയിലൂടെ സഞ്ചരിച്ചാലും പക്ഷെ നമുക്കത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കരുത്. അങ്ങനെയുള്ള ഒരു തിയറിയാണ് ശരിക്കുമുള്ള ഒരു ഗുഡ് സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്, ഐഡിയൽ സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്. അപ്പം പല തിയറീസും തെറ്റായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് മറ്റ് ഗവേഷകർ നോക്കും. അതിനവർ സാധിക്കാത്തപ്പോൾ പറയും ഇന്ന ആൾ പറഞ്ഞത്, ഇന്ന സയന്റിസ്റ്റ് പറഞ്ഞത് ശരിയാണെന്ന് പറയും. ഇനി തെറ്റായിട്ട് പ്രൂവ് ചെയ്താൽ ആ തിയറി പോകും.